നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 23-ാം തീയതി 1199 ആണ്ട് മേടമാസം 10-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര എന്ന് പറയുമ്പോൾ നടുവറ്റ നക്ഷത്രമാണ്. പകുതി ഒരു രാശിയിൽ, അതായത് കന്നി രാശിയിലും പകുതി തുലാരാശിയിലുമായിട്ട് പകുതിയായിട്ട് വേർപെട്ട് നിൽക്കുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ്. മറ്റൊരു പ്രത്യേകത, മേടപ്പത്ത് ഇന്ന് 10-ാം ഉദയമാണ്. 10-ാം ഉദയത്തിന് ശാസ്ത്രവിധി പറയണത് അന്നത്തെ നക്ഷത്രമോ അന്നത്തെ ആഴ്ചയ്ക്കോ പ്രാധാന്യമില്ലെന്നാണ്. എന്തുകൊണ്ടാണ് പ്രാധാന്യമില്ലാത്തത്? 10-ാം ഉദയം സൂര്യൻ അത്യുച്ചത്തിൽ വരുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ. സൂര്യൻ ഉച്ചരാശിയിൽ മേടമാസത്തിൽ മൊത്തത്തിൽ നിൽക്കും. പക്ഷേ അത്യുച്ചത്തിൽ വരുന്ന ദിവസമാണ് 10-ാം ഉദയം. ഇന്ന് സൂര്യൻ്റെ ഉച്ചരാശിയിലെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് എന്ത് പ്രകൃതിയിലുള്ള ദോഷത്തെയും ഇല്ലാതാക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ്. നക്ഷത്രദോഷത്തെ ഇല്ലാതാക്കാൻ പറ്റും, ആഴ്ച ദോഷത്തെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് 10-ാം ഉദയം നിങ്ങൾക്ക് ചൊവ്വാഴ്ചയെന്നോ അല്ലെങ്കിൽ ചിത്തിര നക്ഷത്രമെന്നോ നോക്കി മാറ്റി നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും ഇന്ന് ചെയ്യാം. ഇന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയെന്നും അല്ലെങ്കിൽ ചിത്തിര നക്ഷത്രമെന്നും ഒന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ടതില്ല. നിങ്ങളിന്ന് ചെയ്തുകൊള്ളണം. കാരണം 10-ാം ഉദയമാണ്. സൂര്യഭഗവാൻ ഉച്ചത്തിൽ വന്നിരിക്കുന്ന വർഷത്തിൽ ഒരേ ഒരു ദിവസമേ ഉള്ളൂ. സർവ ദോഷത്തെയും, സൂര്യനാണ് നക്ഷത്രദേവൻ, നക്ഷത്രങ്ങളുടെ ദേവനാണ്. സൂര്യനെ ആസ്പദമാക്കിയാണ് എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സൂര്യനാണ് കേന്ദ്ര ബിന്ദു. അപ്പോൾ സൂര്യഭഗവാന്റെ ഉച്ചത്തിൽ വരുന്ന ദിവസമായതുകൊണ്ട് മറ്റൊരു കാര്യങ്ങളും ഇന്ന് നോക്കേണ്ടതില്ല. നമുക്ക് എന്ത് ശുഭകാര്യത്തിനും ഇടപെടാം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ടെ ചൊവ്വയുടെ കുറച്ച് ദോഷഭാവം ബാധിക്കുമെങ്കിലും 10-ാം ഉദയത്തിന് സൂര്യഭഗവാൻ ഉച്ചത്തിൽ വന്ന ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് കുറേ പുരോഗതി വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കും. സൂര്യൻ പ്രകാശമാണ്. നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കും, നന്മയിലേക്ക് നയിക്കും. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വാർഷിക ഫലം അനുകൂലപ്രദമെന്ന് തന്നെ പറയാം. അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അതേപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും, ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെയും സമയം. 12 മണി മുതൽ 12:48 വരെ സൂര്യഭഗവാൻ അത്യുച്ചത്തിൽ വരുന്ന സമയം. ഈ സമയത്ത് ഒരു ജനനം നടന്നാൽ പോലും അവൻ നേരത്തെ തന്നെ ലോകപ്രശസ്തനാവുമെന്നാണ്. അത്രയ്ക്ക് പോസിറ്റീവായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തവും. അതേപോലെ സൂര്യഭഗവാൻ ഉച്ചത്തിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്ന സമയം. ഉച്ചയ്ക്ക് 12 മണി സമയമാകുമ്പോൾ സൂര്യൻ അത്യുച്ചത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്ന് ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ഫലം കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ട് ചുവന്ന വസ്ത്രം ധരിക്കുകയോ വസ്ത്രധാരണത്തിൽ ചുവന്ന കളറും കൂടി കലർത്തുകയോ അല്ലെങ്കിൽ ചുവന്ന ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുകയോ ചുവന്ന ഒരു പൊട്ട് ഇടുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും. ഭാഗ്യം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ ഇന്ന് ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ടെ ചൊവ്വയും കൂടി പ്രീതിപ്പെടുത്തി എടുക്കാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഇന്ന് ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചനയൊക്കെ നടത്തുക. ദേവിക്ക് കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കുക. അതേപോലെ ഇന്ന് രാവുകാല സമയം വന്നിരിക്കുന്നത് 3 മണി മുതൽ 4 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും രാവുകാല സമയം വന്നിരിക്കുന്നത് 3 മണി 27 മിനിറ്റ് തൊട്ട് 5 മണി വരെ ആണ് രാവുകാല സമയം. രാവുകാല സമയം പതിവ് പോലെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത്, ശുഭയാത്രകൾ ചെയ്യരുത്.
അതുപോലെ ഗുളികനെയും യമകണ്ഠനെയും ഒഴിവാക്കുക. ഗുളികൻ വരണത് ഉച്ചയ്ക്കാണ് വരണത് 12 മണി മുതൽ 12:23 തൊട്ട് 1:56 വരെയും. യമകണ്ഠകാല സമയം വരണത് 9:18 തൊട്ട് 10:51 വരെയുമാണ്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കരുത്. ഓരോ കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് മറ്റ് സമയങ്ങൾ എടുത്തോളുക. അപ്പോൾ എല്ലാവർക്കും പത്താവുദയവും ഭഗവാൻ ഉച്ചത്തിൽ വന്നിരിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും പ്രദാനം ചെയ്തു തരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.